ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ച് ഉണ്ടാക്കിയെടുക്കാം. കുറേ പൗച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിബ്ബൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ സിബ്ബുള്ളതല്ല ഉണ്ടാക്കുന്നത്, വെറും എന്താ പറയുക ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഫയലിൻ്റെ അകത്തൊക്കെ ഉണ്ട് ഈ ഡബിൾ സൈഡ് ടൈപ്പ് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചൊട്ടിക്കുക. എൻ്റെ അതില്ല, അതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ചെയ്തത്. ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതേപോലെ 3 വട്ടം മടക്കിയെടുക്കുക. പിന്നെ വേറൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടും സെലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ ഒട്ടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു എന്താ പറയുക ഡബിൾ സൈഡ് ടേപ്പാണ്, തുറക്കാൻ അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ പൗച്ചിൻ്റെ അകത്ത് എന്താണ് വെക്കുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ പൗച്ചിനകത്ത് ഇതൊന്നുമല്ല വെക്കുന്നത്, ഇതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ വെക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വെക്കാറില്ല. അപ്പം എൻ്റെ കയ്യിലുള്ളതെല്ലാം കൂടെ വാരി ഇട്ടുന്നേ ഉള്ളൂ ഗൈസ്. ഇതിനേക്കാളും ഉണ്ട്, അതൊന്നും തെളിയാത്ത പേനയൊക്കെയാണ്. ഇപ്പം ഈ ഡബിൾ സൈഡ് ടേപ്പ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നിയ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ച് ഭംഗീകരമാക്കാം. എൻ്റെ ഞാൻ എന്താ ഇത്ര ഒട്ടിച്ചുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട.